Hi guys, Assalamu alaikum. This is Bichu Fahima here. Welcome back to my channel. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ബർഗർ ബണ്ണാണ്. സാധാരണ കഫേയിലും ബേക്കറിയിലെല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ബണ്ണാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതും എഗ്ലെസ് ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫ്ലോർ മിക്സ്ചർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 1.5 കപ്പ് വെള്ളത്തിലേക്ക് 6 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ട പിടിക്കാതെ നിർത്താതെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുക്കായി വരുമ്പോൾ പാനിനെല്ലാം ഒന്ന് ഇളകി വരുന്ന മാതിരിയാവും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറാൻ വെക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് ബണ്ണിന്റെ ഡോ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ വാട്ടറാണ് ആഡ് ചെയ്തത്. അതിലേക്ക് 6 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഡ്രൈ ഈസ്റ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ വെള്ളം ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഉപ്പും ഇട്ട് ആ ഡ്രൈ ഈസ്റ്റും ഇട്ട് അതൊന്ന് പൊങ്ങി വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാൽപ്പൊടി ആഡ് ചെയ്യുന്നതുകൊണ്ട് ബണ്ണിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, പിന്നെ നല്ലൊരു കളറും കിട്ടും. അതൊന്ന് മിക്സ് ആയാൽ നമുക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മെൽട്ടാക്കി എടുക്കണം. അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് 6 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്ന് ഈ ചെയ്യുന്ന ഒരു മെഷർമെന്റിന് അറൗണ്ട് 18 ബണ്ണാണ് കിട്ടാൻ. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇൻഗ്രീഡിയൻസ് കുറയ്ക്കുക കൂട്ടുക ചെയ്യാം. എന്നിട്ട് ആ മിക്സ്ചറിലേക്ക് നേരത്തെ ചൂടാറാൻ വെച്ച ആ ഫ്ലോർ മിക്സ്ചറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കി ഒരു നല്ല സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കാം. ഇതൊന്ന് കുരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ചായിട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡോ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ കുഴച്ചെടുക്കണം. കുറച്ച് നല്ല സ്റ്റിക്കി ഡോ ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കുഴക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ പാത്രത്തിൽ വെച്ച് മേലെ കുറച്ച് ഓയിൽ തടവി കൊടുത്ത് ഇത് 1 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ട്രേയിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 1 മണിക്കൂർ ആയപ്പോൾ നല്ല ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് ഉള്ളിലുള്ള എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടും എടുത്ത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഒരേ ലെവലിലുമാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഈ ഓരോ പാർട്ടും എടുത്ത് ബന്നിന്റെ ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ റോൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ ബന്ന് ഷേപ്പ്ലെസ് ആയി പോവും. അപ്പോൾ നല്ല നീറ്റിൽ റോൾ ചെയ്തെടുക്കണം. അനക്കത്ര പെർഫെക്റ്റ് ആവുന്നുണ്ടായിട്ടില്ല. അപ്പോൾ മദറിൻലോ ആണ് മമ്മി നല്ല പെർഫെക്റ്റ് ആയിട്ട് റോൾ ചെയ്താന്ന്. എന്നിട്ട് അത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ട്രേയിൽ ഇതുപോലെ വെക്കാം. അപ്പൊ ഇത് ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് ആണ്. ഞാൻ ആദ്യം 6 വെച്ചിട്ടുണ്ടായിന്. അപ്പൊ അത് ബൾജായപ്പോ മുട്ടിപ്പോന്നുണ്ടായിന്. അപ്പൊ ഞാൻ പിന്നെ മാറ്റിയത് 4 ആക്കി. അപ്പൊ നിങ്ങളും അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മിൽക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് വാഷ് എന്ന് വെച്ചാൽ കുറച്ച് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിന്റെ മേലെ. ഇത് ബേക്ക് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ മേലെ ഞാൻ കുറച്ച് വൈറ്റ് സിസൈം സീഡ്സ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അധികം ഓവർ ബേക്കായി പോകരുത്. ഏകദേശം ഈ ഒരു കളർ ആയാൽ മതിയാവും. പിന്നെ നല്ലൊരു സ്മെല്ലും വരും ഈ ഒരു ടൈമിൽ. അപ്പം തന്നെ അത് പുറത്തെടുത്ത് നമുക്ക് ബട്ടർ വാഷ് ചെയ്യേണ്ടതാണ്. ബട്ടർ വാഷ് എന്താന്ന് വെച്ചാൽ മെൽറ്റ് ചെയ്ത ബട്ടർ ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിങ്ങനെ ചെയ്താൽ മേലെ നല്ല ഗ്ലേസും കിട്ടും. പിന്നെ മേൽഭാഗം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വെക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇനി ബർഗർ സെറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ പാറ്റിൻ്റെ റെസിപ്പി എല്ലാം ചെയ്യുന്നതാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, പന്നി പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണിത്. റെസിപ്പി ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയി ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.